ഹലോ ഗൈസ്, അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയ കൺസീലർ പാലറ്റുമായിട്ടാണ്. ഇത് ഇൻസൈറ്റിൻ്റെ പ്രോ കൺസീലർ പാലറ്റാണ്. ഇതിനകത്ത് ഓറഞ്ച് കളർ കറക്റ്റർ ഉണ്ട്. അത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഓൾറെഡി നല്ല ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. ഇതിപ്പോൾ ക്യാമറയിൽ കാണുമ്പോൾ അത്രയ്ക്കൊന്നും തോന്നില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ നന്നായിട്ടുണ്ട്. എല്ലാവരും ചോദിക്കാറുണ്ട് ഉറങ്ങാറില്ലേന്ന്. അപ്പം ഞാൻ അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ വാങ്ങിച്ചതാണ്. ചീപ്പാണ്. ആദ്യം നമ്മൾ ഓറഞ്ച് എടുത്തിട്ട് അപ്ലൈ ചെയ്യുക. നല്ല ഫണ്ണായിരിക്കും, ഫൺ ലുക്കായിരിക്കും അത് അപ്ലൈ ചെയ്യുമ്പോൾ. ബാക്കിലെ മിററിൽ കാണുമ്പോൾ എനിക്ക് നല്ല കോമഡി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ഞാൻ തന്നെ ചിരിക്കുന്നുണ്ട്. പക്ഷേ ഗൈസ്, ഒന്നും നോക്കണ്ട, ട്രസ്റ്റ് ദ പ്രോസസ്സ്, അത്രേ എനിക്ക് പറയാനുള്ളൂ. അടുത്ത് വന്ന് നോക്കുമ്പോൾ കണ്ടില്ലേ, പേടിയോ? കുഴപ്പമില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഇൻസൈറ്റിൻ്റെ പ്രോ കൺസീലർ പാലറ്റാണ്. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ ഷെയ്ഡ്സും ഉണ്ട്, ഓറഞ്ച് അല്ലാതെ. അപ്പോൾ എനിക്കിതിൽ ഏത് കളറാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ റാൻഡമായിട്ട് ഏതൊരു കളർ എടുത്ത്, ലൈറ്റർ ഷെയ്ഡാണോ എടുക്കേണ്ടത്, ഡാർക്കറാണോ എടുക്കേണ്ടത്, അത് നമ്മുടെ ടോണാണോ എടുക്കേണ്ടത്, ഒന്നും അറിയില്ല. ഈ ഓറഞ്ച് കവർ ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പം ഞാൻ ഏതോ ഒരു കളർ എടുത്ത്, അപ്ലിക്കേറ്ററൊന്നുമില്ല, കൈകൊണ്ട് അപ്ലൈ ചെയ്യുക. അത്ര വൃത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, പുറത്തൊന്നും പോകുന്നില്ല, ജസ്റ്റ് ട്രൈ ചെയ്യുന്നേ ഉള്ളൂ. പക്ഷേ നല്ല വൃത്തികേടാണ്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. പക്ഷെ എൻ്റെ സ്കിൻ കളറുമായിട്ട് അത് മാച്ചായി വരുന്നില്ല. അപ്പം നന്നായിട്ട് കറക്റ്റ് ആവുന്നുള്ള ഹോപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുക. താഴെ നിങ്ങൾക്ക് തോന്നും കണ്ടു കഴിഞ്ഞാൽ ബ്ലെൻഡായി എന്ന്. ആന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ആയിട്ടൊന്നുമില്ല. ഇനി ഇതൊക്കെ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുകയാണ്. ഇത് സെറ്റ് ചെയ്യാൻ കോമ്പാക്ട് പൗഡർ എടുക്കാം. കോമ്പാക്ട് പൗഡർ എടുത്തിട്ട്, കോമ്പാക്ട് പൗഡറും ഈ കൺസീലറെല്ലാം കൂടെ കുറേയൊക്കെ അതിൻ്റെ അകത്തും വന്നു. ഇത് വൈപ്പ് ചെയ്യുന്ന പോലെ ആയിരുന്നു. അത് സെറ്റ് ആവുന്നതിന് പകരം എല്ലാം കൂടെ അതിനകത്തേക്ക് കയറി. ഓക്കെ, എന്തായാലും ഇട്ടല്ലേ, ഫുള്ളിടാം. ഇങ്ങനെ നോക്കുമ്പോൾ ഓവറായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല അല്ലേ? ഞാൻ ദൂരെ പോയി നിൽക്കുന്നതേ അതുകൊണ്ട്, അടുത്ത് വന്നാൽ നല്ല വൃത്തികേടാണ്, കേക്കി ആയിട്ടൊക്കെ തോന്നും. കുഴപ്പമില്ല. ഇനി എന്താ ചെയ്യുക? കണ്ടോ, ബാക്കിലെ മിററിലേക്കാണ് നോക്കുന്നു. കുറവായിപ്പോയി, സെറ്റായിട്ടില്ല തോന്നി, അടുത്ത സെറ്റ്. ഓക്കെ. ഐബ്രോ ഒന്നും ഞാൻ യൂസ് ചെയ്യില്ല, കാരണം ഓൾറെഡി ഉണ്ട്. ഇനിയും ചെയ്താൽ പിള്ളേച്ചനാവും. ഞാൻ ചെറുപ്പം തൊട്ടേ ചെയ്യാറില്ല. അടുത്തത് ബ്ലഷും ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ ഡള്ളായി പോയ പോലെ ഫീൽ ചെയ്യാറ്. പ്രോപ്പറായിട്ടുള്ളത് വാങ്ങിക്കാത്തതുകൊണ്ടാണോ യൂസ് ചെയ്യാത്തതുകൊണ്ടാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും ചുമ്മാ കുറച്ച് ഓവറായിക്കോട്ടെ എന്ന് വിചാരിച്ച് അതും കൂടെ അപ്ലൈ ചെയ്തു. ഈ ബ്ലഷ് തന്നെയാണ് ഞാൻ ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്ത്. എങ്ങനെ യൂസ് ചെയ്യാൻ പാടുണ്ടോയെന്നൊന്നും അറിയില്ല. എൻ്റെ പാലറ്റ് ഇപ്പം എൻ്റെ കയ്യിലില്ല. ഞാനത് ഹോസ്റ്റലിൽ വെച്ചിട്ടാണ് വന്നത്. എല്ലാം കൂടെ എടുത്തിട്ട് വരാനുള്ള ബുദ്ധിമുട്ട് കാരണം തൽക്കാലം ഇത് യൂസ് ചെയ്യാം. നന്നായിട്ട് മൂക്കിൻ്റെ മേലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരുമാതിരി വേഷം കെട്ടിയ പോലെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. കുറേയൊക്കെ തുടച്ചും കളഞ്ഞു. ഇതിൽ നോക്കുമ്പോൾ ഓക്കെ, അടുത്ത് നോക്കുമ്പോൾ നല്ല വൃത്തികേട്. ഇനി അടുത്ത എന്താ എടുക്കാൻ പോകുന്നത്? ഓക്കെ, കണ്ണെഴുതാൻ ക്യാമറ നോക്കി കണ്ണ് എഴുതിയാൽ ശരിയാവോ? ഇങ്ങനെ പോവും. അതുകൊണ്ട് നമ്മൾ മിററൊക്കെ എടുത്തിട്ട് വന്ന് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യാം. ഇതൊക്കെ ഇനി കഴുകി കളയണമല്ലോ എന്ന് ആലോചിച്ചിട്ടാ. എന്തായാലും കണ്ണെഴുതുന്നതിനൊന്നും എനിക്ക് ബുദ്ധിമുട്ടില്ല, അതൊക്കെ നന്നായിട്ട് അറിയാം. താഴെയും കൂടെ കോർണറിൽ കുറച്ച് എഴുതി കൊടുത്തിട്ട് കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. ഇനി ഒരു വാലും കൂടി ഇട്ട് കൊടുക്കാം. വാലിൻ്റെ കുറവും കൂടെ വേണ്ട, കാരണം ഇങ്ങനെ നോക്കുമ്പോൾ കണ്ണൊന്നും എഴുതാത്ത പോലെ ഉണ്ട്. കുറച്ച് വാലും കൂടി ഇട്ട് കൊടുത്തു, ഒരു സാറ്റിസ്ഫാക്ഷൻ. നന്നായി എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി അടുത്ത എന്താ, മസ്കാര എന്ന് തോന്നുന്നു. മസ്കാര എടുത്തു, മസ്കാര അപ്ലൈ ചെയ്തു. എന്നിട്ടും ഒരു ജീവൻ വയ്ക്കുന്നില്ല ഫേസിൽ. ഞാൻ എൻ്റെ പ്രോഡക്ട്സിൻ്റെ കുഴപ്പമാണോ എന്താണെന്നറിയില്ല. ഞാൻ ഡെയിലി ഇതൊന്നും അപ്ലൈ ചെയ്ത് നടക്കുന്ന ആളല്ല, എപ്പോഴെങ്കിലും ആണ്. അതുകൊണ്ട് തന്നെ എനിക്കിതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. ഇനി എന്താണാവോ? ലിപ്സ്റ്റിക്കാണെന്ന് തോന്നുന്നു. ലിപ്പ് ലൈനർ എടുത്തിട്ട് വന്നു.
ലിപ് ലൈനറൊന്നും അപ്ലൈ ചെയ്തില്ല. ഓക്കെ, ലിപ്സ്റ്റിക്ക് ഇത് മാസിൻ്റെ ലിപ്സ്റ്റിക്ക്. എനിക്ക് ഇതേതോ ഡാർക്കസ്റ്റ് ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് സെക്കൻഡ് ടൈമാണ് വാങ്ങിക്കുന്നത്, സെയിം സാധനം. ഇനിയും ഞാൻ ഇത് തന്നെയാണ് പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. ഷെയ്ഡ് 18. ഓക്കെ, നല്ല ലിപ്സ്റ്റിക്കാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്. പക്ഷേ എനിക്ക് ചെറുതായിട്ട് എൻ്റെ ലിപ്പ് ഡാമേജ് ആയോ എന്നൊരു ഡൗട്ടുണ്ട്. അത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാത്തതുകൊണ്ടാണോ എന്താണെന്നറിയില്ല. അതിൻ്റെ മേലെ എന്താ ഇത് ലിപ് ഗ്ലോ ആണെന്ന് തോന്നുന്നു, അതും അപ്ലൈ ചെയ്തു. ഇതൊന്നും ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതല്ല, ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം എടുത്ത് അപ്ലൈ ചെയ്തേ ഉള്ളൂ. കഴിഞ്ഞോ? ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഇനിയൊന്നും ചെയ്യാനില്ല. കുറച്ച് ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഫാനിൻ്റെ അടിയിൽ പോയിരുന്നത്. ഇനിയിപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, ഇനി ഡ്രസ്സും കൂടെ ചേഞ്ച് ചെയ്യാം. അപ്പം ഞാനൊരു ഡ്രസ്സ് ചുമ്മാ എടുത്ത് വെച്ചിട്ടുണ്ട് ഈസി ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട്. ഒരു ഷോർട്ട് ഡ്രസ്സാണ്, ഇതാണത്. അപ്പോൾ ഓക്കെ, ഇത് ഇട്ടിട്ട് വരാമല്ലേ? ശരി, ഒരു ട്രാൻസിഷനും കൂടി ആവാം. വാവ്, ഇപ്പം എങ്ങനെയുണ്ട്? നന്നായി എന്ന് തോന്നുന്നു. ദൂരെ പോയി നിൽക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, അടുത്ത് വരുമ്പോഴേ ബുദ്ധിമുട്ടുള്ളൂ. കുറച്ച് ഓവറാക്കി പോകണമെങ്കിൽ ഇങ്ങനെയൊക്കെ പോവാം കേട്ടോ. പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ ഒന്നും അപ്ലൈ ചെയ്യാത്ത പോലെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ദൂരെ പോയി നിൽക്കുന്നത്. അടുത്ത് നിന്നാൽ നല്ല വൃത്തികേടാണ്. കണ്ണിൻ്റെ അടിയിൽ കണ്ടോ, കേക്ക് ആയ പോലെ ഇല്ലേ? ഇതാണ്, കുറച്ച് പൈസ കൊടുത്താലും കുഴപ്പമില്ല, നല്ല പ്രോഡക്റ്റ്സ് വാങ്ങണം എന്ന് പറയുന്നത് ഇതാണ്. എൻ്റെ കയ്യിൽ വേറെ കൺസീലർ ഉണ്ട്, അത് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ഇതേപോലെ ഒരു വീഡിയോ എടുത്ത് കാണിച്ചു തരാം. അത് കുറച്ചും കൂടെ നല്ലതാണ്. അതാണ് ഞാൻ ഒരു 2 years ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ശരി, ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം.